നമസ്കാരം. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷകർത്താവാണോ താങ്കൾ? എങ്കിൽ ഈ വീഡിയോ താങ്കൾക്ക് ഉള്ളതാണ്. നമസ്കാരം, ഞാൻ ശാന്തീഷ് കുമാർ, പനയന്നാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളും ഗണിതശാസ്ത്ര അധ്യാപകനുമാണ്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ +1 പഠനവുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കളെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. അതിൽ ഒന്ന് 10ാം ക്ലാസ്സിലെ മാർക്കാണ്. 10ാം ക്ലാസ്സിൽ മാർക്ക് കൂടുതലുള്ള കുട്ടികളെല്ലാവരും സയൻസ് ഗ്രൂപ്പ് പഠിക്കണം. കുറച്ചുകൂടി മാർക്ക് കുറഞ്ഞവർ കൊമേഴ്സ് പഠിക്കണം. വളരെ മാർക്ക് കുറവുള്ള കുട്ടികൾ ഹ്യൂമാനിറ്റീസ് പഠിക്കണം. ഇതാണ് ഒരു തെറ്റിദ്ധാരണ. രണ്ടാമത്തേത്, രക്ഷകർത്താവിന് അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ ആഗ്രഹങ്ങൾ തൻ്റെ കുട്ടിയിലൂടെ പൂർത്തീകരിക്കുക. മൂന്നാമത്തേത്, പലപ്പോഴും ഈ രക്ഷകർത്താവിന് നേരിട്ട് പരിചയമുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഒരു പ്രത്യേക കോഴ്സ് പഠിച്ച് ഏതെങ്കിലും വിദേശ രാജ്യത്ത് സുഖകരമായ ജീവിതം നയിക്കുന്നു എന്ന് കാണുന്ന രക്ഷകർത്താവ് വിചാരിക്കുന്നത് എൻ്റെ കുട്ടിയും ഈ കോഴ്സ് പഠിച്ചാൽ അതിലൂടെ രക്ഷപ്പെടും എന്നുള്ളതാണ്. ഇത് മൂന്നും തെറ്റായ ചിന്താഗതികളാണ്. ഇവിടെ നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ വേണം നമ്മുടെ കുട്ടിക്ക് +1 ഏത് വിഷയം പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ പലരും ചെയ്യാത്തതുമാണ്, നമ്മുടെ കുട്ടിയും രക്ഷകർത്താവായ താങ്കളും കൂടി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് ആ കുട്ടിയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഒരു അഭിരുചി പരീക്ഷ നടത്തുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, 10ാം ക്ലാസ്സിന് ശേഷം ഒരു കോഴ്സ് +2 എടുക്കുന്നു. ആ +2 കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് പിന്നീട് പോയി എടുക്കുന്നു. ഇങ്ങനെയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇത് തെറ്റായ ഒരു രീതിയാണ്. നമ്മൾ ചെയ്യേണ്ടത്, +2 ശേഷം നമ്മുടെ കുട്ടിക്ക് എന്ത് കോഴ്സ് പഠിക്കാനാണോ അഭിരുചി, അതനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് വേണം നമ്മുടെ കുട്ടി +2 തിരഞ്ഞെടുക്കാനായിട്ട്. ഇത് ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കാൻ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങളെ സഹായിക്കും. ഒരു 23 വർഷത്തെ അധ്യാപന പരിചയം വെച്ച് പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾ സയൻസ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുകയും 2-3 മാസങ്ങൾ കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇതൊരു ബാലികേറാ മലയായി തീരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ശാസ്ത്രീയമായ മാർഗത്തിലൂടെ കുട്ടിയുടെ +1 കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.